ഈ നേരം തെറ്റി എണീക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നൊരു കാര്യമുണ്ട്, തലവേദന. അതിൻ്റെ ഒരു എഫക്റ്റിലാണ് കേട്ടോ ഞാൻ. നമ്മൾ അയർലൻഡിലേക്കൊരു ട്രിപ്പ് പോവാണ്, ഒരു 4 ദിവസത്തെ ട്രിപ്പ്. ഒരു ട്രിപ്പ് എന്നുള്ളതിനുപരി അതൊരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് നമ്മൾ രാവിലെ തന്നെ. 4 ദിവസം വീട്ടിലെ ചെടികൾക്ക് ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി ഒരാൾ രാവിലെ തന്നെ നിറയെ വെള്ളം ആ ചെടിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പൂവിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, പഴുക്കാൻ നല്ല ഇത്ര ഓറഞ്ച് ഇത്രയും പഴുക്കാൻ സമയം എടുക്കുന്ന എനിക്കറിയില്ലായിരുന്നു. നിൽക്കുമായിരിക്കും, നോക്കാം. ഊബർ ബുക്ക് ചെയ്തേ, വണ്ടി ഓൺ ദ വേ ആണ്, 2 മിനിറ്റിലെത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്തുള്ള എയർപോർട്ട് ഈസ്റ്റ് മിഡ്ലൻഡ് ആണ്. അതിലേക്ക് അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് 1/2 മണിക്കൂറേ ഉള്ളൂ. പിന്നെ നൈറ്റിൽ ഫ്രണ്ട്സ് ആരെയും ബുദ്ധിമുട്ടിക്കുണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഊബർ ബുക്ക് ചെയ്തങ്ങ് പോവാം. പിന്നെ ബസ്സും ഈ നൈറ്റ് പാടായിരിക്കും. അപ്പം ഈ ഫ്ലൈറ്റ് ടിക്കറ്റിനായ ചാർജ് തന്നെ സെയിം ചാർജായി ഈ എയർപോർട്ടിലേക്ക് ഓടാനായിട്ടുള്ള വണ്ടിക്ക് വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ 29 പോണ്ടായുള്ളൂ. റയാനെയർ ആണ്, ചീപ്പസ്റ്റ് എയർലൈൻ ആണ്. അതിന് മാത്രം ലഗേജ് ഒന്നുമില്ല, ചുമ്മാ ഒരു ഹാൻഡ് ക്യാരി ബാഗ് മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് എടുത്തല്ലോ അല്ലേ, ഒന്നുകൂടി ചെക്ക് ചെയ്യണോ? എടുത്തു, പാസ്പോർട്ട് എടുത്തു, ലൈസൻസ് എടുത്തു, ക്രെഡിറ്റ് കാർഡ് എടുത്തു. മതി. അങ്ങനെ 25 മിനിറ്റിൽ നമ്മൾ എയർപോർട്ടിലെത്തി. ഈസ്റ്റ് മിഡ്ലാൻഡ് എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ്. ഇവിടെ കൂടുതലും ട്രാവൽ ചെയ്യുന്നത് EU പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടപ്പോൾ അവർ നമ്മുടെ വിസ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡെസ്കിലേക്ക് വിട്ടത്. അങ്ങനെ വിസ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളകത്ത് കയറി കേട്ടോ. ഒരു 2 മന്ത്സ് മുന്നേ ആണ് നമ്മൾ അയർലൻഡ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. 6 മന്തിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അവർ നമുക്ക് അപ്രൂവ് ചെയ്ത് തന്നതേ. എൻ്റെ നടപ്പ് കണ്ടാൽ ഓർക്കും ഞാനെന്തോ വലിയ സാധനം വാങ്ങിക്കാൻ നടക്കുകയാണ്. ഒന്നുമില്ല കേട്ടോ, വെറുതെ ഒരു രസം. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻ ആയതുകൊണ്ട് തന്നെ ഒരു ഹാൻഡ് ക്യാരി ബാഗ് മാത്രമാണ് നമുക്ക് അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെടുത്ത ബാഗ് അവർ പറഞ്ഞ മെഷർമെൻറ്റിലും കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം നമുക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ചെക്കിൻ എന്ന് പറയുന്നത് ഒരു ടെൻഷനുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒന്നിച്ച് സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ 2 പേർക്കും വിൻഡോ സീറ്റ് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് സീറ്റുകളാണ് കേട്ടോ എടുത്തത്. ഞാൻ എപ്പോഴും വിൻഡോ സീറ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുപോകുന്നതാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ സാധാരണ അപ്പൂര് വിൻഡോ സീറ്റ് കിട്ടിയാലും അത് എനിക്ക് വേണ്ടി വിട്ട് തരിക ചെയ്യാറ്. ഈ ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡിങ്ങും അത് എത്ര എക്സ്പീരിയൻസ് ചെയ്താലും മടുക്കാത്തൊരു കാര്യമാണ് കേട്ടോ എനിക്ക്. മുകളിൽ നിന്ന് ഇങ്ങനെ ഭൂമിയെ നോക്കി കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. ഡെർബിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നതിനേക്കാളും ചീപ്പ് റേറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ അയർലൻഡിലേക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ അങ്ങനെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ കുറേ ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇതെങ്ങനെയുണ്ട്? കടൽ പോലെ ഇങ്ങനെ മേഘങ്ങൾ കിടക്കുന്നത് കാണാൻ നല്ല രസമില്ലേ? നമ്മൾ ഏതോ വേറെ ലോകത്ത് ചെന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? അങ്ങനെ നമ്മൾ അയർലൻഡിലെത്തി കേട്ടോ. 1 മണിക്കൂറായിരുന്നു ഈസ്റ്റ് മിഡ്ലാൻഡ് എയർപോർട്ടിൽ നിന്ന് ഡബ്ലിനിലേക്കുള്ള ഫ്ലൈറ്റ് ടൈം. അയർലൻഡ് എന്ന് പറയുന്നത് പച്ചപ്പിനെയും മൗനത്തിനെയും ഒരുപോലെ ചുമക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ ഒരു സാധ്യതയില്ല, കാരണം ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഈ നാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെയാണെന്ന് നമുക്ക് തോന്നും കേട്ടോ. കാരണം വേറൊന്നുമല്ല, എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത് ഫുള്ള് ഗ്രീനറി ആയിരിക്കും. അതുപോലെ തന്നെ UK പോലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലെ ഒന്നും അത്രയ്ക്ക് ആൾത്തിരക്കും ബഹളമുള്ളൊരു നാടല്ല അയർലൻഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ശാന്തമായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു നാടാണ് അയർലൻഡ്. ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ ഈ അയർലൻഡ് ട്രിപ്പ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, UK എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റുന്നൊരു കൺട്രിയാണ് അയർലൻഡ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഒരു 4 ആഴ്ച എടുത്തു നമുക്ക് ഏറെക്കുറെ വിസ കിട്ടാൻ. നമ്മളൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കാർ ബുക്ക് ചെയ്തിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൗണ്ടർ അകത്തുണ്ട്. അവിടെ നിന്ന് അവർ പറഞ്ഞത് ഇവിടെ വന്ന് നിൽക്ക്, ഇവിടെ ഒരു ബസ് ബേ ഉണ്ടാവും, റെൻ്റൽ കാറുകാരുടെ ബസ് ബേ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ റെൻ്റൽ കാറുകാരുടെ ഓഫീസിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ കമ്പനി വന്നിട്ടില്ല, ബാക്കിയുള്ള കമ്പനി വന്നതുണ്ട്, നമ്മുടെ കമ്പനികളൊക്കെ വന്നിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ കാത്തിരിപ്പിന് അവസാനം നമ്മുടെ വണ്ടി വന്നു കേട്ടോ. നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവർ ഒരു അടിപൊളി കക്ഷിയായിരുന്നു. പുള്ളി പണ്ട് UK വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിനു മുന്നേ ഗൾഫിലും. അപ്പോൾ കുറേ മലയാളികളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. വന്നിറങ്ങിയതേ തന്നെ ഇങ്ങനെ ഒരാളെ കമ്പനി കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആയി കേട്ടോ. ഇവർ നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് റെൻ്റെക്കാറിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കും. അവിടെ നിന്നാണ് നമുക്ക് വണ്ടി കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പുള്ളി നമ്മളോട് കുറേ കഥകൾ പറഞ്ഞു കേട്ടോ. പുള്ളി പണ്ട് ഗൾഫിലുണ്ടായിരുന്നപ്പോൾ കുറച്ചൊക്കെ മലയാളം പഠിച്ചു. അപ്പോൾ പഠിച്ച മലയാളം വേർഡുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ ലാംഗ്വേജിന് പുള്ളിയുടെ സൊമാലിയൻ ലാംഗ്വേജുമായിട്ടുള്ള കണക്ഷനും അതിനെക്കുറിച്ചൊക്കെ കുറേ നേരം സംസാരിച്ചു. ഒരു 15 മിനിറ്റിൽ നമ്മൾ അവരുടെ ഓഫീസിലെത്തി ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇവനാണ് അടുത്ത 4 ദിവസത്തേക്കുള്ള നമ്മുടെ വണ്ടി. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിടിക്കുന്നത് കൊണ്ട് നമുക്ക് കീ തരുന്നതിന് മുന്നേ അവർ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള സ്ക്രാച്ച് അങ്ങനെയുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നിരുന്നു കേട്ടോ. നമുക്കതിന് അത് ഫോണിൽ വീഡിയോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായി നിൽക്കുന്നത്. വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം തിരിച്ച് കൊടുക്കുമ്പോൾ ഇവർ ഓഫീസും ഇല്ല, നമ്മൾ ചുമ്മാ കീ ഡ്രോപ്പ് ഓഫ് ചെയ്യുകയാണ്. പിന്നെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇൻഷുറൻസ് പണിയിട്ടു. നമ്മൾ വീട്ടിൽ നിന്ന് വെളുപ്പിന് 3 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 8 മണി ആവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്തെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞിട്ടാവും ബാക്കി യാത്ര. നമ്മൾ നേരെ പോയത് മഗ്ഡിയിലേക്കാണ് കേട്ടോ. UK നിന്ന് അയർലൻഡിൽ എത്തുന്ന ഒരാൾക്ക് അങ്ങനെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ ആകെയുള്ളൊരു വ്യത്യാസം UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അയർലൻഡിൽ എല്ലാത്തിനും കുറച്ചും കൂടെ വില കൂടുതലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നേ. പ്രത്യേകിച്ച് മഗ്ഡിയിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ. അയർലൻഡ് കാണുക എന്നുള്ളതിനുപരി ഞങ്ങൾക്കിതുകൊണ്ടുള്ള മെയിൻ ഉദ്ദേശം റിലേറ്റീവ്സിനെ കാണുക, വീണ്ടും ഒരു ഹോംലി ഫീലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തോ വീട്ടിൽ പോകുന്നൊരു ഫീലായിരുന്നു ഈ യാത്രയിൽ ഫുള്ളുണ്ടായിരുന്നത്. എന്തായാലും ഡബിളിൽ വന്ന സ്ഥിതിക്ക് നമുക്കെന്തായാലും അടുത്തുള്ളൊരു ബീച്ച് കണ്ടിട്ട് പോകാം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലെ പോലെ എല്ലാം മീറ്ററിലാണ് പറയുന്നത്, അല്ലെങ്കിൽ കിലോമീറ്ററിലാണ് പറയുന്നത്. സ്പീഡ് ലിമിറ്റ് കൊടുത്തേക്കുന്ന എല്ലാം കിലോമീറ്ററിലാണ്, അങ്ങനെയല്ല. പക്ഷേ സ്ഥലം UK പോലെ തന്നെ, UKയുടെ കൺട്രി സൈഡ് പോലെ തന്നെ. കണ്ടയിടം വെച്ചോണ്ട് അങ്ങനെ തോന്നിയിരുന്നത്. നമ്മൾ വലിയ താമസിക്കാണ്ട് എത്തും, 2 മിനിറ്റിലെത്തും. അങ്ങനെ നമ്മൾ ഡൊണാബേറ്റ് ബീച്ചിലെത്തി കേട്ടോ. ഈ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഐറിഷ് ലാംഗ്വേജിൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പലതിൻ്റെയും പ്രൊണൗൺസിയേഷൻ വേറെയാണ്. എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം അങ്ങനെ വിളിക്കാം. ജനിച്ചതും വളർന്നതുമൊക്കെ ഇടുക്കിയിലായതുകൊണ്ടായിരിക്കും ഈ കടൽ കാണുക, ബീച്ച് കാണുക എന്നൊക്കെ പറയുന്നത് എനിക്ക് എപ്പോഴും താല്പര്യമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ബീച്ച് വിസിറ്റ് ചെയ്യണമെങ്കിൽ 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമല്ല ബീച്ച്. അതുകൊണ്ട് തന്നെയാണ് ഡബ്ലിനിൽ വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ ബീച്ച് അവൈലബിൾ ആയപ്പോൾ അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. രസമുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള കല്ലുകളെ മറൈൻ അക്വേറിയത്തിൻ്റെ ഒക്കെ ഒരു ലുക്ക്, മറൈൻ അക്വേറിയത്തിൻ്റെ ഒക്കെ ഒരു ലുക്ക്.
അത് സീവീഡ്. അത് എഡിബിളായിട്ടുള്ള സീവീഡാണെന്ന് അറിയാം. സീവീഡാണത്. കടലിലെ വീട്, കള, അതാണ് സീവീഡ്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ ഈ ഡൊണാബേറ്റ് മാർട്ടല്ലോ ടവറാണ് കേട്ടോ. കല്ലുകൊണ്ട് മാത്രമാണ് ഈ ടവർ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടൊരു വൃത്താകൃതിയിൽ അതിരിക്കുന്നത്. ഈ കടൽ തീരത്തെ പാറകളിലും മൊത്തം ചെറിയ ചെറിയ കക്കകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആർക്കും തണുപ്പാണ്ടിരിക്കും. വാച്ച് ടവർ പോലെ എന്തോ അല്ലേ ഈ സിമ്പിൾ? എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റേ വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണോ? ആ അല്ലേ. 1804, 1806 കാലഘട്ടങ്ങളിലാണ് കേട്ടോ ഈ ടവർ നിർമ്മിക്കപ്പെടുന്നത്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അധിനിവേശം തടയാൻ വേണ്ടിയിട്ട് അയർലൻഡിലെ തീരങ്ങളിൽ മൊത്തം ഏതാണ്ട് 29ഓളം ടവറുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഇത്. ആ ടവറിൻ്റെ അകത്ത് കയറി കാണാൻ നമുക്ക് പറ്റില്ല, കാരണം അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. നല്ല രസമുള്ളൊരു ഭൂപ്രകൃതിയാണ് കേട്ടോ ഈ അയർലൻഡിൻ്റേത്. ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ മല ഇറങ്ങി കടലിലേക്ക് കിടക്കുന്ന പോലെ തോന്നും. ടൗണിൽ നിന്ന് ഒരു 28 കിലോമീറ്ററോളം മാറി ഒരു വില്ലേജ് ഏരിയയിലായതുകൊണ്ട് തന്നെ അധികം ആളും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ചിലപ്പോൾ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊന്നും അറിയത്തില്ല. എല്ലാ തിരക്കിൽ നിന്നും ബഹളത്തിൽ നിന്നൊക്കെ മാറി സമാധാനമായിട്ട് വന്നിരിക്കാനൊരു സ്ഥലം നോക്കുന്നവർക്ക് ഇതൊരു നല്ല പ്ലേസ് ആണ് കേട്ടോ. വെള്ളം കണ്ടപ്പോഴേ ഒരാഗ്രഹം, ഞങ്ങൾ പോയി ഡ്രസ്സ് മാറിയെന്ന് പറയാൻ പറ്റില്ല, ഷോർട്സ് ആക്കിക്കൊണ്ട് വന്നു. ചുമ്മാ കാലെങ്കിലും നനയ്ക്കട്ടെ, വെള്ളം കിട്ടുന്ന മോശമല്ലെങ്കിൽ. നല്ല രസമാണ് വന്നിരിക്കുമ്പോൾ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ്. ഒത്തിരി ആഴം ഉണ്ടോ തോന്നുന്നില്ല, തിരയൊന്നും കണ്ടിട്ട് ഒത്തിരി ആഴമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഒത്തിരി 15 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോരെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം, ചുമ്മാ ഇറങ്ങി നോക്കാം. ഒരു മനുഷ്യനില്ലാത്ത ബീച്ചല്ലേ? നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ആളാ. കാല് മുറിയും കേട്ടോ. ഇതോ ഇതെന്താ സാധനം? കക്ക. ഇതോ ജീവനുള്ള സാധനം. ആ ഒച്ചയൊക്കെ ഉണ്ട്. ജീവനുള്ള പകുതി. നല്ല ഷാർപ്പാ. വെള്ളം കുടിക്കുന്നതാണ്. ദേ അതിനകത്ത് ആൾക്കാർ നീന്തുന്നു. തെന്നി വീഴുന്ന കഴിഞ്ഞാൽ എനിക്കതിനും തെന്നി വീണ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? മണ്ണ് കൊണ്ടേ ഭയങ്കര തറഞ്ഞ് കോൺക്രീറ്റ് മാതിരി ഇരിക്കുന്നു. എന്നതാണപ്പാ? എന്നതാണപ്പാ ഈ വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങി കുളിക്കുന്നേ? തണുപ്പ് പിന്നെ ഇവിടെ തണുപ്പില്ലാണ്ടിരിക്കോ? പക്ഷെ ഇത്രയും തണുപ്പ് വരേണ്ട ആവശ്യമില്ല. അമ്മനായില്ലേ? വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പുവെള്ളം തന്നെയാണോ നോക്കാം. വേണ്ട, ഉള്ള പട്ടികൾ ഫുള്ളുണ്ട് അതിനകത്ത്. പക്ഷെ നീല കളർ അല്ലല്ലോ, പച്ച കളറല്ലേ? അതല്ലോ ആഴം അനുസരിച്ചാ. കുറച്ച് ആഴമുള്ളെങ്കിൽ പച്ചയും, ഇച്ചിരിയോടെ ആഴം കൂടി വരുമ്പോ നീല. ലാൻഡ് ചെയ്ത് നമുക്ക് കണ്ടായിരുന്നോ? ഒരു ഏരിയ വരെ നീലയും, അത് കഴിഞ്ഞിട്ട് പച്ചയാ. ആഴം
അതനുസരിച്ചാ. ഇത് വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങാൻ പറ്റില്ല എന്നുള്ളൂ. ചാടിയാ പിന്നെ രസമാണ്, വെള്ളത്തിൽ തന്നെ കിടക്കേണ്ടി വരും. അതെന്താ? പൊങ്ങിക്കഴിഞ്ഞാൽ തണുപ്പും. അങ്ങനെ നാട്ടിലെ കുളത്തിലൊക്കെ രാവിലെ കുളിക്കുമ്പോ അങ്ങനെയല്ലേ, വെള്ളത്തിൽ കിടക്കാൻ നല്ല രസമാണ്, ഫോണിലേക്ക് പൊങ്ങാൻ പറ്റില്ല. ഞാൻ നാട്ടിൽ കുളത്തിൽ കുളിച്ചിട്ടില്ല, സോറി. മനസ്സിലായ? ഞണ്ട് അതിന്റെ ബോഡി കളഞ്ഞ അടുത്ത ബോഡിയിലേക്ക് കയറണേ. നിങ്ങൾ എന്നെ സ്റ്റഡി ക്ലാസ് എടുക്കാനാണ് ഇതുണ്ടോ, അകത്തൊന്നുമില്ല. അല്ല ചത്ത ഞണ്ട കേട്ടോ. ശാസ്ത്രജ്ഞന്റെ അനുമാനം തെറ്റിപ്പോയി. അല്ലല്ല നോക്കി, കാല ഉൾപ്പെടെ എല്ലാം എടുത്ത് പോയേക്കണയാ. അത് പടം പൊഴിക്കാൻ ചെറുപ്പില്ലേ, അതുപോലെ തന്നെ അതിന്റെ ബോഡി കളഞ്ഞിട്ട് വലിപ്പം വയ്ക്കുമ്പോൾ അത് കളഞ്ഞിട്ട് അടുത്തേക്ക് കയറണ. സോഫ്റ്റ് ക്രാബ് എന്നൊക്കെ പറയില്ലേ, സോഫ്റ്റ് ഷെൽ ക്രാബ് എന്താ പറയാ. ഇതെന്താ? പറക്കാൻ നിൽക്കുന്നത് ആണെന്നറിയില്ല. പല ടൈപ്പ് ഉണ്ടോ? നമുക്കിനിയിപ്പോൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് പോകാട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അധികം നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാതെ നമ്മൾ പതുക്കെ പോകുന്നു കേട്ടോ. നമുക്കിനി പോകേണ്ടത് കിൽക്കിണിയിലേക്കാണ്. അവിടെ ചേച്ചിയുടെ ഒപ്പമാണ് ഇനിയുള്ള 4 ദിവസം നമ്മൾ. അധികം ആളും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ അയർലൻഡിൽ കൂടുതലും. ഒരു ഗ്രാമപ്രദേശത്തിലൊക്കെ വന്ന് ലൈഫ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും അയർലൻഡ്. എന്തായാലും അയർലൻഡിൽ താമസിക്കുന്ന ആർക്കും ഹരിതാപയും പച്ചപ്പും ഒന്നും മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.